ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ ഓൾറെഡി തമ്മിൽ കണ്ടായിരിക്കും. അപ്പോൾ തമ്മിൽ കണ്ടതാണ് എന്താ കൊടുത്തേക്കുന്നത്. നമുക്ക് ഇത് നിങ്ങൾ സ്ഥിരം കാണുന്ന ഒരു തമ്മിലാണ്. എനിക്ക് 1 lakh കിട്ടി വിത്ത് പ്രൂഫ് സംഭവം എന്നൊക്കെ പറഞ്ഞിട്ട് പാർട്ട് ടൈം ജോബ്, അതായത് ഗെയിം കളിച്ച് ആഡ് പരസ്യം കണ്ട്, അതുപോലെ തന്നെ കുറേ എന്താ പറയുക, കുറേ ഒരു 90% നോക്കിക്കഴിഞ്ഞാൽ അത് ഗെയിം ആയിരിക്കും. അല്ലെങ്കിൽ തന്നെ ഈ ഗാംബ്ലിംഗ് പോലത്തെ പരിപാടി, നമ്മൾ കാശ് ഇട്ടിട്ട് ഗെയിം കളിക്കുക, അങ്ങനത്തെ കുറേ പരിപാടികളായിട്ട് കുറേ വീഡിയോസ് നിങ്ങൾ കാണണ്ടായിരിക്കും. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ഫുൾ സത്യാവസ്ഥ, ഇവർക്ക് എങ്ങനെയത് കാശ് ഉണ്ടാക്കുന്നത്, ഇത് നമുക്ക് സേഫ് ആണോ, 100% സേഫ് ആണോ, അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ കാണാൻ മറക്കണം. എന്ന് വെച്ചാൽ ഇതിൽ കുറേ പേര് പോയി ഇടുന്നുണ്ട്, അവരെ കുറേ പേരെ കാശ് പോകുന്നത്, ഇതുപോലെ കളി കളിച്ചിട്ട് കുറേ കാശ് പോകുന്നുണ്ട്. ഒരു ഗാംബ്ലിംഗ് പരിപാടി തന്നെയാണ് സംഭവം, കാശ് പോകുന്നുണ്ട്. അതുമാത്രമല്ല കുറേ എണ്ണത്തിൽ ഫ്രോഡുകളും ഉണ്ട്. ഇത് എങ്ങനെയാണ് അവരെങ്ങനെയാണ് കാശ് ഉണ്ടാക്കണം, അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ പറയാൻ പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ 2 ചാനലും കാണാത്തവർ പോയി കണ്ടുപോകുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഗെയിമിലേക്ക് ഒന്ന് ഷെയർ ചെയ്യട്ടെ. നമ്മൾ ഇതുപോലത്തെ ഗെയിമിംഗ് സംഭവത്തിൻ്റെ വീഡിയോ, അതുപോലെ ഇതുപോലത്തെ പാർട്ട് ടൈം ജോബുകളുടെ വീഡിയോസ് ഒന്നും ചെയ്യാറില്ല. അതിൽ വൺ ഓഫ് ദ മെയിൻ റീസൺ എന്ന് പറയുന്നത്, ഇങ്ങനത്തെ ആപ്പുകൾ ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ 100% ലെജിഡ് ഒന്നല്ല. ലെജിഡ് എന്ന് പറഞ്ഞാൽ ഒറിജിനൽ സംഭവം ഒന്നല്ല. ഇവർ ആക്ച്വലി കുറേ ഫ്രോഡ് പരിപാടിയൊക്കെ ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ ഡാറ്റാസൊക്കെ ഒരു മെയിൻ ഇവരുടെ വരുമാനം എന്ന് പറയുന്നത് നമ്മുടെ ഡാറ്റാസാണ്. നമ്മൾ ഇവർ രജിസ്റ്റർ ചെയ്യുമ്പോൾ നമ്മുടെ ബേസിക് ഡീറ്റെയിൽസും സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇവർ ഫെച്ച് ചെയ്ത് ഇവർ വിൽക്കുന്നുണ്ട്. നമ്മുടെ ഈ ഫോൺ നമ്പർ, നെയിം, ഇമെയിൽ ID, സംഭവങ്ങളൊക്കെ ഭയങ്കര ഡാറ്റാസാണ് കേട്ടോ. ഇതിന് ഭയങ്കര കാശ് കൊടുത്ത ആൾക്കാർ വാങ്ങിക്കാനുള്ള സംഭവങ്ങളുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ഇപ്പം നിങ്ങൾക്ക് അറിയാം, കുറേ ഇഷ്ടംപോലെ ആവശ്യമില്ലാത്ത കോൾസുകളും സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. എങ്ങനെയാണ് നിങ്ങളുടെ ഡീറ്റെയിൽസും സംഭവങ്ങളൊക്കെ ചോരുന്നത്. ഇതേപോലത്തെ ആപ്പ് ഒരു 99% ആപ്പുകളും, ഇങ്ങനത്തെ ആപ്പുകൾ ഫുള്ള് നമ്മുടെ ഡാറ്റാസ് ചോർത്തുന്നുണ്ട്, അതുപോലെ തന്നെ അത് സെല്ല് ചെയ്യുന്നുണ്ട്. അതാണ് അവരുടെ വൺ ഓഫ് ദ മെയിൻ വരുമാന മാർഗം. രണ്ടാമത്തേന്ന് പറയുന്നത്, നമ്മുടെ ഈ ആപ്പിലൊക്കെ നിങ്ങൾ പരസ്യം കാണുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ വെബ്സൈറ്റിലൊക്കെ പരസ്യം വരുന്ന പോലെ തന്നെ അത് പിന്നെ കുഴപ്പമില്ലെന്ന് വിചാരിക്കാം. പരസ്യത്തിനനുസരിച്ച് അവർക്ക് കാശ് കിട്ടും, അത് പിന്നെ കുഴപ്പമില്ലെന്ന് വിചാരിക്കാം. ഇതാണ് ഈ നമ്മൾ ആദ്യം പറഞ്ഞ സംഭവമാണ് ഇതിലത്തെ ഒരു ഡേഞ്ചറസ് പരിപാടി. ഇതെന്താ കുഴപ്പമെന്ന് വെച്ചാൽ, ഇതേപോലത്തെ കുറേ ആപ്പുകൾ, ഫ്രോഡ് ആപ്പുകളും ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ ഫോണിനുള്ളിൽ കയറി കിട്ടി കഴിഞ്ഞാൽ നമ്മുടെ ഡീറ്റെയിൽസ്, ഇതുപോലത്തെ ബേസിക് ഡീറ്റെയിൽസ് എല്ലാം തന്നെ ബാക്കിയുള്ള കുറേ ഡീറ്റെയിൽസ് ഒക്കെ കൊണ്ടുപോകുന്ന പരിപാടികളുണ്ട്. കുറേ മാൾവേഴ്സുകളുണ്ട്. അപ്പം അതിൽ അതിൻ്റെ ഒരു മെയിൻ ഒരു മെയിൻ അട്രാക്ഷൻ, അതിൻ്റെ ഒരു സംഭവത്തിൻ്റെ അട്രാക്ഷൻ ഞാൻ പറയുന്നത് വെച്ചാൽ, നിങ്ങൾക്കറിയാം, നിങ്ങൾ ഇങ്ങനത്തെ ആപ്പ് എവിടെയാണ് കണ്ടേക്കുന്നത്? ഫുള്ള് ഇങ്ങനത്തെ ആപ്പുകൾ ആൻഡ്രോയിഡിന് മാത്രമേ കണ്ടുള്ളൂ. iOS നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ. അത് എന്തുകൊണ്ടാണ് അറിയാം. iOS ഒരു കുഴപ്പമുണ്ട്. iOS നമ്മുടെ ഈ ഡാറ്റാബേസ് എന്ന് പറയുന്ന സംഭവം, നമ്മളിപ്പോൾ ഇപ്പോൾ വാട്സപ്പ് ഇൻസ്റ്റാൾ ചെയ്തു. അപ്പോൾ വാട്സപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ വാട്സപ്പിൻ്റെ ഡാറ്റാസ്, ഇപ്പോൾ വാട്സപ്പ് ഹാക്കാൻ വിചാരിക്കുക iOS, ഈ ഹാക്കർമാർക്ക് ഈ വാട്സപ്പിൻ്റെ ഡാറ്റാസിലേക്ക് മാത്രമേ അവർക്ക് പരക്കാൻ പറ്റുള്ളൂ. പുറത്തേക്ക് കിടക്കണമെങ്കിൽ അതിൽ ശരിക്കും iOS-ന് വേറെ പെർമിഷൻ വേണം. പക്ഷേ ആൻഡ്രോയിഡിൽ അങ്ങനെയല്ല. ഏതിൻ്റെ ഉള്ളിൽ കൂടെ നിന്ന് കയറി കിട്ടി കഴിഞ്ഞാൽ എവിടെ നിന്ന് വേണമെങ്കിൽ സാധനങ്ങൾ എടുത്തുകൊണ്ട് പോകാം. അതാണ് ആൻഡ്രോയിഡിൻ്റെ കുഴപ്പം. അതുകൊണ്ടാണ് ഇവർ ഫുൾ ആൻഡ്രോയിഡിന് ഇതുപോലത്തെ ആപ്പുകൾ വരുന്നത്. മെയിൻ വൺ ഓഫ് ദ റീസൺ ആണ്. ഇത് മാത്രമല്ല ഞാൻ പറയുന്നത്, വൺ ഓഫ് ദ മെയിൻ റീസൺ ഇതുകൊണ്ടാണ് ആൻഡ്രോയിഡിനാണ് നിറച്ച് ഇതുപോലത്തെ ആപ്പുകൾ. അപ്പോൾ ഇങ്ങനത്തെ ആപ്പുകൾ യൂസ് ചെയ്യുമ്പോൾ സൂക്ഷിച്ച് ഉപയോഗിക്കുക. നിങ്ങൾ സെക്കൻഡറി ഫോണിലൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. പ്രൈമറി ഫോണിൽ നമ്മുടെ ബാങ്കിങ് ആപ്സ് ഉപയോഗിക്കുന്ന ഫോണിൽ ഒന്ന് ഉപയോഗിക്കാൻ ഞാൻ തീരെ റെക്കമെൻഡ് ചെയ്യില്ല. ഇത് റിസ്ക്കിയാണ്. ഞാൻ എന്തായാലും റെക്കമെൻഡ് ചെയ്യില്ല ഇങ്ങനത്തെ ആപ്പ് ഉപയോഗിച്ചിട്ട് കാശ് ഉണ്ടാക്കുന്നത്. കാശൊക്കെ കിട്ടുന്നുണ്ട്, അത് വേറെ കാര്യം. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയില്ല, അവർക്ക് വരുമാനം കിട്ടുന്നത് അതിൻ്റെ ഒരു 5%, 10% അവർ ബാക്കി ഇത് കൊടുക്കുന്നുണ്ട്. എന്തുകൊണ്ടൊക്കെ കൊടുക്കണം, അവർക്ക് എങ്ങനെ കിട്ടണമെന്ന് നിങ്ങൾ അറിഞ്ഞല്ലോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പരിപാടി. ഇതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ വീഡിയോസ് ഒന്നും ചെയ്യാതെ. എനിക്ക് ഇതുപോലെ ഗെയിംസ്, ഗാംബ്ലിംഗ് സംഭവങ്ങളൊക്കെ കുറേ പ്രൊമോഷൻ വീഡിയോ ആയിട്ട് കുറേ വരാനുള്ളതാണ്. നമ്മൾ ഇതിൻ്റെ വീഡിയോസ് ചെയ്യാതെ അതുകൊണ്ടാണ്. ഇത് കുറേ എണ്ണം ചെയ്യുന്നത് ഇതിനെക്കുറിച്ചൊരു അറിവും സംഭവം ഇല്ലാതാണ്. കാശ് കണ്ടിട്ട് ചെയ്യുന്നവർ മാത്രമാണ്. അത് ഫുള്ളി കാശ് കണ്ടിട്ട് ആവണമെന്നില്ലെന്ന് വെച്ചാൽ അവരെ കുറിച്ച് ചിലപ്പോൾ ഇതിനറിയാത്തവരായിരിക്കാം. മിക്ക ആൾക്കാരും ഈ കോളേജ് സ്റ്റുഡൻസും സംഭവങ്ങളൊക്കെയാണ് ഇതിൻ്റെ വീഡിയോസൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ ഫൈനാൻസ് സംഭവങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ മാത്രം എന്താ പറയുക, ഒന്നെങ്കിൽ അതിൻ്റെ മാത്രം, അല്ലെങ്കിൽ അതിൽ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരുടെ വീഡിയോസ് കണ്ടിട്ട് മാത്രം ഫുള്ളി അത് കണ്ടിട്ട് മാത്രം ഫുൾ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് ഞാൻ പറയില്ല. എന്നിട്ട് അതും പോരാണ്ട് നിങ്ങളുടെ റിസർച്ചും ഒരു 90% നിങ്ങളുടെ റിസർച്ചും വേണം. ബാക്കി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഇപ്പോൾ ഫൈനാൻഷ്യൽ ആയിട്ടുള്ള പ്ലാനേഴ്സ് ഉണ്ട്, ഒഫീഷ്യലി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള സെബി രജിസ്റ്റേർഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അവരെ വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം. നമ്മുടെ ഇന്ത്യയിൽ ഭയങ്കര കുറവാണ് ശരിക്കും. ഡോക്ടർമാരെ കാണുന്ന പോലെ ശരിക്കും വേണ്ട ഒരു സംഭവമാണ്. പക്ഷെ ഇപ്പോൾ ചെറുതായിട്ട് കയറി വരുന്നുണ്ട്. അപ്പോൾ ഫൈനാൻഷ്യൽ പ്ലാനേഴ്സൊക്കെ ഇഷ്ടംപോലെ വരുന്നുണ്ട്. രജിസ്ട്രേഷൻ നമ്മളൊക്കെ കുറച്ച് പണിയാണ് ഇവിടെ ഇന്ത്യയിൽ, അതാണ് കുഴപ്പമില്ല. അപ്പോൾ അങ്ങനത്തെ ഈ ചുമ്മാ കുറേ ഈ വീഡിയോസ് ചുമ്മാ എല്ലാ കാണുന്ന വീഡിയോസിലത്ത് പോയിട്ട് ഈ കാശിൻ്റെ പരിപാടിയിൽ നിൽക്കരുത്. അപ്പോൾ ഇടും നിങ്ങൾ ഒരു 90% അതിൽ ഫ്രോഡായിരിക്കും. ഇപ്പം നിങ്ങൾ ഇപ്പോൾ റീസെൻ്റ് തന്നെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടെന്ന് ഇൻസ്റ്റാഗ്രാമിൽ ഒരു പേജ് പ്രൊമോട്ട് ചെയ്തിട്ട് കുറേ നമ്മുടെ ഷാജി അങ്ങനത്തെ മെയിനായിട്ടുള്ള കുറേ ഇൻസ്റ്റാഗ്രാമേഴ്സൊക്കെ അവർക്ക് ചിലപ്പോൾ അറിയില്ലാണ്ടായിരിക്കാം. അവർക്ക് വലിയ അറിവൊന്നും ഉണ്ടായിരിക്കില്ല. ചുമ്മാ കാശ് കിട്ടുമ്പോൾ ചുമ്മാ
ചെയ്യുന്നു. ഒരു പേജിൽ ആ പേജിനെ സപ്പോർട്ട് ചെയ്ത് അവർക്ക് കാശ് കൊടുത്തു കഴിഞ്ഞാൽ ട്രേഡിങ് ചെയ്തിട്ട് ഡബിളായിട്ട് തരും, ട്രിപ്പിളായിട്ട് തരും, ഒരു ദിവസം കൊണ്ട് 4 മടങ്ങായിട്ട് തരും എന്നൊക്കെ പറഞ്ഞ് പരസ്യം കൊടുത്തിട്ട് അല്ലെങ്കിൽ വീഡിയോ കൊടുത്തിട്ട് അതിന് കുറേ പേര്, എത്ര പേരെ പറ്റിപ്പെട്ടത്, കുറേ പേര് കേസ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ കാര്യമൊന്നുമില്ല, എന്തിനാണല്ലോ നമ്മൾ ജയിക്കുന്നത്. അപ്പോൾ ഇതിലാണ് ഇങ്ങനത്തെ സാധനങ്ങളുമായി പെടാണ്ടിരിക്കട്ടെ. എന്ന് വെച്ചാൽ ഒരു ദിവസം കൊണ്ടൊന്നും ഒരു എന്താ പറയുക, ദൈവത്തിന് പോലും ചിലപ്പോൾ ട്രിപ്പിളാക്കി 4 ഇരട്ടിന്നാക്കി തരാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു പരിപാടിയൊന്നും ഇവിടെ ഇല്ല. അതെന്ന് തന്നെ ഒരു ആലോചിച്ച് തന്നെ കോമൺ സെൻസ് ആണ് സംഭവം. അപ്പോൾ ഇങ്ങനത്തെ ചതിയിലും സംഭവത്തിലൊന്നും പോയി പെടാണ്ടിരിക്കുക, ചെയ്യുന്നത് സൂക്ഷിച്ച് ചെയ്യുക. ഞാൻ പറഞ്ഞ പോലെ തന്നെ പ്രൈമറി ഡിവൈസിലൊന്നും ചെയ്യാണ്ടിരിക്കുക. അപ്പോൾ പ്രൈമറി കമ്പ്യൂട്ടറിലോ അല്ലെങ്കിൽ പ്രൈമറി ഫോണിലൊന്നും ചെയ്യാണ്ടിരിക്കുക. നിങ്ങളുടെ ഡീറ്റെയിൽസും സംഭവമൊന്നും ഇല്ലാത്ത ഒരു സെക്കൻഡറി ഫോണിലൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ നോക്കാം, ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ മറക്കണ്ട, ഇതൊന്ന് ഷെയർ ചെയ്യാനാണ് ഞാൻ വന്നത്. എന്ന് വെച്ചാൽ കുറേ പേരായി നമ്മളോട് ഇതുപോലെ കമൻറ്റ്സ് ചോദിക്കുന്നു. അതുപോലെ തന്നെ കുറേ പേര് നമ്മൾ ഇതുപോലത്തെ കമൻറ്റും ചെയ്യുന്നുണ്ട്, നമ്മുടെ കാശ് പോയി ഇത് പോയി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഡീറ്റെയിൽസ് ചോർന്നു. അപ്പോൾ ഇതൊക്കെ ഒരു വർഷം പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞാൽ ഭയങ്കര പാടാണ്. അപ്പോൾ കാശായ പിന്നെയും പോട്ടെ, നമ്മുടെ ഡീറ്റെയിൽസ് അതുപോലെ തന്നെ നമ്മുടെ ഡോക്യുമെൻറ്റ്സ്, ആവശ്യമുള്ള ഡോക്യുമെൻറ്റ്സ്, ഫോട്ടോസ് സംഭവങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അറിയില്ല അതിൻ്റെ പിന്നിലത്തെ സംഭവങ്ങളൊക്കെ എന്തൊക്കെയാണ് വരികയാണ്. അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയണല്ലോ, അപ്പോൾ അതൊക്കെ സൂക്ഷിക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ, വീഡിയോ ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. എന്തായാലും സംശയിക്കേണ്ട കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മൾ എല്ലാ കമൻറ്റ് അപ്ലോഡ് ചെയ്യുന്നതാണ്. അടുത്ത കാണാം.